ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് കഴുകി ഇനി അടുപ്പത്തോട്ട് വെക്കണം. പിന്നെ ബീട്രൂട്ട് ഞാൻ കൈകൊണ്ട് അരിഞ്ഞതാണ്, അത് ഉണ്ട് കയ്യിൽ. പിന്നെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ള, ചുവന്നുള്ളിയല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് അടുപ്പത്തോട്ട് വെക്കണം. ഒരുപാട് പണിയുണ്ട്. അയില വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതൊന്ന് കറിയാക്കണം, വറക്കണം, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. ഐശുക്കുട്ടൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ പണികളൊക്കെ ചെയ്യട്ടെ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അരി വെള്ളത്തിലിട്ടേനെ, ഒരുപാട് അഴുക്കല്ലേ, അപ്പോൾ അഴുക്കൊക്കെ പെട്ടെന്ന് കഴുകി പോവാൻ ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തും കുറച്ച് നേരം. അപ്പോൾ അരി കഴുകി എടുത്തിട്ടുണ്ട്, നമുക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഐശുവിന് നമ്മൾ സ്ട്രോബെറി കട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കണം. ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചേക്കുവാണ്. സവോളയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുവാണ്. തേങ്ങ ചിരട്ടിയതുകൊണ്ട് ചേർക്കാണേ, കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പ് ചേർക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ലേശം വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. മൂടി വെച്ചിട്ടുണ്ട്. തേൻമുട്ടായാണ് കേട്ടോ. അപ്പം ഞാൻ മീൻ നന്നാക്കുവാണേ. അയില മീനാണ് കിട്ടിയത്. 5 അയിലയുണ്ട്. നമുക്ക് 3 എടുത്ത് കറി വയ്ക്കാം, 2 വറക്കാം. മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കണം, കാരണം ചെതമ്പലും പിന്നെ അതിൻ്റെ മുള്ളും എല്ലാം, അല്ലാണ്ട് കടലിൽ നിന്ന് പിടിച്ചു വന്ന് അതുപോലെ തന്നെ നമ്മൾ കറി വയ്ക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ പല ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ട് അങ്ങനെ തന്നെ പിടിച്ച് കറി വയ്ക്കുന്നത്, അതിൻ്റെ ചെവളയൊന്നും കളയാണ്ട്. ചെവളയൊക്കെ തലയൊക്കെ നല്ലതാണ്, പക്ഷേ ഈ ചെവള നമ്മൾ എടുത്ത് കളയണം. ചെവള കണ്ടോ, ഇതാണ് ഇതിൻ്റെ ചെവള. അതിങ്ങനെയാണ് തല ഇരിക്കുക. അപ്പോൾ ഇതിൽ ഈ സാധനമൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കണ്ടോ, മീനിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു നാറ്റവും ഉളുമ്പൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഒട്ടും കട്ടിയല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടത് ഇതുപോലെ അങ്ങ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വെള്ളം കൂടി വറ്റി കിട്ടാനുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചേർന്നല്ലോ, നല്ല നന്നായിട്ട് വെന്ത് കിട്ടാം കേട്ടോ. കറിക്ക് 3 3 കറിക്ക് എടുക്കാം, ബാക്കി നമുക്ക് വറക്കാം. ബാക്കി എന്ന് പറഞ്ഞാൽ 2. വറക്കാനുള്ളത് നമ്മൾ വരഞ്ഞു. 2 മുറിച്ചിട്ടാണ് ഞാൻ മീൻ വരഞ്ഞത്, കാരണം വലിയ മീനാണ്. അപ്പോൾ അത് തോരൻ റെഡിയായി, നല്ല വെള്ളമൊക്കെ വറ്റി സൂപ്പർ തോരനായേ. ഇത് മതി. നമുക്ക് മസാല കൂട്ടാവേ. ലേശം കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളറൊക്കെ വേണ്ടേ. ഇനി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം എൻ്റെ കൈപ്പാകമാണേ. ലേശം ഉപ്പും സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മുളക് പൊടിയാണ്, കുറച്ച് എരിവിന്. ലേശം മതിയോ, ഭയങ്കര എരിവായി മുളകിന്. ലേശം വെള്ളം കൂടിയും ചേർത്തിട്ടെ ഈ ഒരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം.
ഞാൻ ലേശം വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ടത് ഇതുപോലെ കുതിർത്തിയെടുക്കണം ഈ മസാലകളെല്ലാം. ഇനി മീനിടാം. മീനിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മസാലയൊക്കെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മീൻ ഇവിടെ ഇരിക്കട്ടെ, ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ, എന്നാൽ ആ മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ പുളി ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ പുളിയാണ്. അതിനകത്തേക്ക് മസാലക്കൈ ഒന്ന് കഴുകുവാണ് കേട്ടോ, കളയുണ്ടല്ലോ മസാല. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, കുതിരി. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാവേ. അതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. അതും കൂടി ചേർത്തിട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാവേ ഈ അരപ്പിലോട്ട്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ലേശം മതി. അരമുറി തേങ്ങ ഉണ്ടാവും, ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം മസാല പുരട്ടി വെച്ചാൽ മീൻ നമുക്ക് വറക്കാനിടാം കേട്ടോ. ആദ്യം ഞാനങ്ങ് വറക്കാനായിടുന്നേ. ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടായിട്ട് കിടക്കും കേട്ടോ. അതിനകത്തിട്ട് നമ്മുടെ അയില മീൻ വരഞ്ഞ് വെച്ചതിനത് പറക്കിയിടാം. അപ്പോൾ മീൻ വറക്കാൻ വേണ്ടി നമ്മളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് വറുത്ത് കിട്ടട്ടെ കേട്ടോ. ഒരു പുറം വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പുറം കൂടി തിരിച്ചിടാം. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയാണ്, അത് ആദ്യം ഇട്ട് കൊടുക്കാം ചട്ടിയിലോട്ട്. ഇനി നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ മീനിന് വേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ. ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വരാവേ. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. തേങ്ങ അരച്ച് വെച്ചില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. ഇനി തീ ഇടുക. ഞാൻ എന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, ഇന്ന് വ്യത്യസ്തമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ഉണ്ടാക്കാറ്. നല്ലതാ, ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വെച്ചുണ്ടാക്കി നോക്കണം കേട്ടോ, നല്ലതാ ഇങ്ങനെ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഈ മസാലയും അതുപോലെ തേങ്ങയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഒന്ന് മിക്സായി ഇതൊന്ന് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നല്ല നെയ്യായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് തിരിച്ചൊക്കെ ഇട്ടു. ഇനി ഒരു പുറം കൂടി വേവാണ്ട്, അത് വേവട്ടെ. അപ്പോൾ ഈ മീനിൻ്റെ ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിളച്ച് കുറുകി കിടക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീനും കൂടി ചേർക്കാം. ഈ പറക്കി എടുത്ത് വെക്കണേ. മസാലയൊക്കെ നല്ല തിളച്ച് കിടക്കുക. അപ്പം നമ്മൾ മീനൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് മീൻ നന്നായിട്ട് വേവണം കേട്ടോ. അപ്പം ഞാൻ മൂടിയൊന്ന് വെക്കുവാണേ. മൊത്തം മൂടി കയറ്റി വെക്കുന്നില്ല, പകുതിയെ മൂട്ടി വെക്കുന്നുള്ളൂ. കാരണം തേങ്ങാപ്പാല ആയതുകൊണ്ടേ തിളച്ചിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം മീൻ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. മീൻകറി റെഡിയാണേ. ടേസ്റ്റ് നോക്കിക്കോ. അപ്പോൾ പൊരിച്ച മീനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് വറുത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാവേ. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാവേ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കും മൊത്തമായിട്ട്, അപ്പോൾ ടേസ്റ്റ് പോവും. അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിലോട്ട് മാറ്റുന്നത്. ബാക്കി വരുന്ന വെളിച്ചെണ്ണ നമുക്ക് വേസ്റ്റായിട്ട് കളയാം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പനിയായിരുന്നു, എന്നാലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മീൻകറി ഉണ്ടാക്കി, തോരൻ ഉണ്ടാക്കി, ഇനി ചോറ് കുറച്ചുകൂടെ വേവാണ്ട് അതും കൂടി ആക്കണം. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നാൽ ഓക്കെ, സീ യു.